ആ ഒരു സമാധി അവസ്ഥ എന്ന് പറഞ്ഞാൽ സംയമന അവസ്ഥയിൽ നാം എന്ത് ഇച്ഛിക്കുന്നുവോ അത് കടന്നു വരും. എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട എന്നാണ് ഒരാൾ ഇച്ഛിക്കുന്നത്, അങ്ങോട്ട് ആരും വരില്ല, വന്ന ഓടുകയും. എൻ്റെ അടുത്തേക്ക് എല്ലാവരും ഒഴുകിയെത്തണം എന്നാ ചിന്തിക്കണമെങ്കിൽ ഒഴുകിയെത്തും. ധർമ്മമേഘ സമാധിയിലെത്തിയ ആളുകൾ ചിലപ്പോൾ ഈ ലോകത്ത് ഇതെല്ലാം പ്രചരിപ്പിക്കണം, ഇത് സാധാരണ മനുഷ്യരിലേക്ക് ഇത് എത്തിക്കണം. അപ്പൊ അവരവരുടെ സംയമ സ്ഥിതിയിൽ അവരെത്തുമ്പോ, സമാധിയിലെത്തുമ്പോ അവര് പിന്നെ കാണുന്നത് ലോകം മുഴുവൻ ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നതാ. അത് സംഭവിക്കുകയും ചില ആളുകൾ സമാധി അവസ്ഥയിലെത്തിയാല് വന്ന ആളുകളെ ഓടിക്കുകയും കേൾക്കുന്നുണ്ടോ? അവര് കുളത്തിൽ ഒളിച്ചിരിക്കുകയും വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി കാണും. വേണ്ട, ഇത് എന്റെ പരിപൂർണതക്ക് തടസ്സമാണ് എന്ന് മനസ്സിലാക്കി ആൾക്കൂട്ടത്തെ അവരംഗീകരിക്കില്ല. അങ്ങനെയുള്ളവരാ ഹിമാലയത്തില് ഗുഹയിൽ പോയിരിക്കുന്നത്, അങ്ങനെയുള്ളവരാ വലിയ വലിയ ആശ്രമങ്ങളിൽ പോയിരിക്കുന്നത്. മിണ്ടില്ല ആരോടും, അല്ലെങ്കിൽ വലിയ ബന്ധങ്ങൾക്ക്. അവരിങ്ങനെ ആ ആനന്ദത്തിൽ മുഴുകി ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. ഒരിടത്തിരുന്നാ മതി. ചിലർ ആചാര്യസ്വാമികളെ പോലെ ഓടി നടക്കും, ലോകം മുഴുവൻ ഓടി നടക്കും. രമണ മഹർഷിയെ പോലെ ചിലർ വെറുതെ ഇരിക്കും.